നോക്കി എങ്ങനെയുണ്ട് നമ്മുടെ ഐറ്റം? നല്ലൊരു കോഴി മസാലയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കോഴി വെച്ച് നമുക്ക് എത്ര ഐറ്റം ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ നോക്കിക്കോ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. 3-4 സ്പൂൺ കാശ്മീർ ചില്ലിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും പിന്നെ ഗരം മസാലപ്പൊടിയും പിന്നെ അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലതുപോലെ കൈകൊണ്ട് പെരട്ടി അതിനുശേഷം കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ഞെവിടണം. എന്നിട്ട് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് കുഴച്ച് നമ്മുടെ കോഴിയെ സുന്ദരനാക്കാൻ കൊണ്ടുപോവാണ്. മസാലയൊക്കെ ദേ പെരട്ടി അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ. പറഞ്ഞെന്നാ പേര്. ഇടയ്ക്ക് ഞങ്ങൾ പ്രോഗ്രാമിനൊക്കെ വരുമ്പോൾ ഇവിടെ വരാറുണ്ട്. ആറ്റിങ്ങിലാണ് വീട്. അപ്പം അവൾ നല്ലൊരു ബ്യൂട്ടീഷ്യനാണ്, നല്ലൊരു മേക്ക് ഓവറാണ്. ഇനി അടുത്തൊരു വീഡിയോ ഞങ്ങളത് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ ചിക്കനെ ഫ്രീസറിലോട്ട് കയറ്റിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്ന് ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കിന് നമ്മുടെ കോഴി ഇതേ കൊണ്ടുവച്ച് പിന്നെ കുക്കർ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കോഴിയെ നമ്മൾ അതിനകത്ത് അങ്ങ് ഇറക്കി. പിന്നെ കുറച്ച് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതെല്ലാം കൂടെ നമ്മൾ അതിൻ്റെ പുറത്തിട്ട് അതിനുശേഷം നമ്മൾ തക്കാളിയും പച്ചമുളകും ഉരുളക്കിഴങ്ങും എല്ലാം ഇട്ട് നേരത്തെ മസാലയും കൂടെ കലക്കി യോജിപ്പിച്ച് നമ്മൾ സെറ്റാക്കി നമ്മളെ കോഴി സുന്ദരനാക്കി വെച്ചിട്ടുണ്ട്. കുക്കർ അടച്ച് 2 വിസിലിൽ നമ്മളുടെ ചിക്കൻ ഇപ്പോൾ റെഡിയാവും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ കൂടെ തമാശയൊക്കെ പറഞ്ഞ് 2 ചപ്പാത്തി ആളങ്ങ് കരിച്ചു കേട്ടോ. അതിന് ഞങ്ങൾ കളിയാക്കി. അപ്പം നമ്മുടെ ചിക്കൻ ദേ റെഡി ആയിട്ടുണ്ട്. അയ്യോ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഒരു ഉരുളി ചൂടായിട്ട് അതിനകത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചിക്കൻ നമ്മൾ ഒന്നും കൂടെ അതിനകത്ത് വറുത്തെടുക്കണം. നമ്മൾ നേരത്തെ വേവിച്ചല്ലേ ഉള്ളൂ. പിന്നെ ഇതൊന്നുമല്ല ഇതിൻ്റെ ട്വിസ്റ്റ്. ഇതിനകത്ത് വരുന്ന ഗ്രേവി അടിപൊളിയാണ്. ആ ഗ്രേവി നമുക്ക് ചപ്പാത്തിയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും. നിങ്ങൾ ഇതേപോലെ റെഡിയാക്കി നോക്കണം. അടിപൊളി റിസൾട്ടാണ്, നല്ല ടേസ്റ്റാണ്. ഈ കോഴി തിരിച്ചു മറിച്ച് നല്ലതുപോലെ പൊരിച്ചെടുത്തിട്ട് പിന്നെ അതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സവാളയും ക്യാരറ്റും ഒക്കെ നല്ല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് അടുത്തത്. അയ്യോ ചിക്കൻ നോക്ക് എൻ്റെ അമ്മേ. സത്യം പറഞ്ഞാലേ ഇത് കാണുന്നതൊക്കെയല്ല, ഭയങ്കര ടേസ്റ്റാണ്. വർണ്ണയ്ക്ക് 2 മക്കളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കൂടെയാണ് ഇത് തയ്യാറാക്കിയത്. അപ്പോൾ ഇതങ്ങോട്ട് കൊണ്ടുവച്ചപ്പോഴത്തേക്കിന് ഇളയാളുടെ സന്തോഷമൊന്ന് കാണണം. അവർ പ്രതീക്ഷിച്ചില്ല ഞാൻ ഇങ്ങനൊരു ഐറ്റം അവിടെ ഉണ്ടാക്കിയെന്ന്. കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര റിസൾട്ടായിരുന്നു. ഇവർ കടയിൽ നിന്നൊക്കെ കൂടുതൽ ഭക്ഷണമൊക്കെ വാങ്ങിച്ച് കഴിക്കും, കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയപ്പോൾ ഒത്തിരി ഇഷ്ടമായി. മൂത്ത മോന് ഇതിൻ്റെ ഗ്രേവിയാണ് ഒരുപാട് ഇഷ്ടമായത്. അപ്പോൾ അവനും ഇളയ മോനും പിന്നെ എൻ്റെ ഹസ്ബൻഡും വർണ്ണ എല്ലാവരും പറഞ്ഞ് അടിപൊളിയാണ്. ഇനി ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കാം. പിന്നെ അടുത്ത വീഡിയോ ഇനിയും വരുന്നുണ്ട്. എല്ലാവർക്കും ബൈ.